പ്രിയ വിദ്യാർത്ഥികളെ, ഗുഡ് മോർണിംഗ്. MPSC 007 ഇത് ഈ കഴിഞ്ഞ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് 16ാമത്തെ യൂണിറ്റിൽ നിന്നും. ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ഓഫ് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്, അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ 16ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ആ ഒരു എന്തെല്ലാം മൂവ്മെൻറ്റ്സാണ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്, അതിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യം, ഇവയെല്ലാം നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. Environmental and ecological movements are among the important examples of collective actions of several social groups. Protection and recognition of constitutional and democratic rights, which are not defined by law but form an important part of the day-to-day living of the subaltern masses, like the control over their resources, the right of indigenous people to preserve their culture, protection of environment and maintenance of ecological balance are significant concerns of these movements as they affect the human life of a great extent. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യത, അതിനു വേണ്ടിയിട്ടുള്ള ചില പ്രക്ഷോഭങ്ങൾ, പ്രകൃതിയും മനുഷ്യജീവിതവുമായിട്ടുള്ള ഒരു ബാലൻസ്, അതൊരു എക്കോളജിക്കൽ ബാലൻസ് പ്രകൃതിയിലെ ഭൂമിയിൽ നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യത. അപ്പോൾ അതെല്ലാമാണ് ഈ ഒരു ലെസൺ ഓറിയൻറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എക്കോളജിക്കൽ മൂവ്മെൻറ്റ്സ് ഓർ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്, ഇറ്റ് ഈസ് എ ബ്രോഡ് ജനറിക് ടേം വിച്ച് ഈസ് ജനറലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്കൽ സ്ട്രഗിൾസ് ആൻഡ് കോൺഫ്ലിക്ട്സ് കൺസേൺഡ് വിത്ത് livelihood issues and ecological security within the larger context of the development debate. ഡെവലപ്മെൻറ്റൽ ആസ്പെക്റ്റിൽ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് എന്നുള്ളത് അതൊരു ബ്രോഡ് ജനറിക് ടേമാണ്. ഇത് സാധാരണ രീതിയിൽ ഉപയോഗിച്ചു പോരുന്നത് ഇൻ ഓർഡർ ടു ഡിസ്ക്രൈബ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്കൽ സ്ട്രഗിൾസ് ആൻഡ് കോൺഫ്ലിക്ട്സ് കൺസേൺഡ് വിത്ത് ദ ലൈവ്ലിഹുഡ്. Okay, these struggles in fact criticized and questioned the notion of development and the conservation ecology pursued by the Indian state and its officials since colonial time. ഇപ്പം പ്രകൃതി സംരക്ഷണം എന്നുള്ള ഇഷ്യൂ ഇന്നല്ലോ എന്നുള്ളതല്ല, കൊളോണിയൽ ടൈം തൊട്ട് തന്നെ ഈ ഒരു പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തിന് ദ നോഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് കൺസേണിങ് എക്കോളജി, ദ കൺസർവേഷൻ ഓഫ് എക്കോളജി, അത് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽസ് എല്ലാം ആ ഒരു പീരീഡ് മുതൽ തന്നെ പ്രാധാന്യം കൊടുത്തു പോരുന്ന സബ്ജക്റ്റാണ്. ദ ജെനസിസ് ഓഫ് ദ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ക്യാൻ ബി ട്രേസ്ഡ് ടു ദ ചിപ്കോ മൂവ്മെൻറ്റ്, ദാറ്റ് ഈസ് ഇൻ 1973. ദ ഗാർഹ്വാൾ റീജിയൻ ഇൻ ദ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ്. In fact, between 1917 and 1980s, there were several struggles in India around issues of rights of forest and water, which raised larger ecological concerns like the rights of communities in forest resources, sustainability of large-scale environmental projects like dams, issues of displacement and rehabilitation, etc. അപ്പോൾ എൻവയോൺമെൻറ്റൽ കൺസേൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രക്ഷോഭങ്ങളെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ചിപ്കോ മൂവ്മെൻറ്റ് 1973, അതുപോലെ തന്നെ ഗാർവാൾ റീജിയണിലെ ഉത്തരാഞ്ചൽ സ്റ്റേറ്റിൽ. അപ്പോൾ ഇതിനിടയിലുള്ള പീരീഡ് 1970-80 കാലയളവിലെല്ലാം പലതരത്തിലുള്ള സ്ട്രഗിൾസ് ഇന്ത്യയിൽ ഈ ഒരു ഫോറസ്റ്റ്, വാട്ടർ റിസർവ് കൺസർവേഷൻ, എക്കോളജിക്കൽ കൺസേൺസ് ഓഫ് റൈറ്റ് ഓഫ് ഹ്യൂമാനിറ്റീസ് ഓർ കമ്മ്യൂണിറ്റീസ്, ഫോറസ്റ്റ് റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇത് ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് പല മൂവ്മെൻറ്റ്സ് പരിസ്ഥിതി ഓറിയൻറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് പലയിടത്തും. The Indian environmental movement is critical of the colonial model of development pursued by the post-colonial state. The post-independent state failed to build up a development agenda based on the needs of people and continued to advocate the modern capitalist agenda, which led to the destruction of the environment, poverty
ആൻഡ് മാർജിനലൈസേഷൻ ഓഫ് ദ റൂറൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നടന്ന മൂവ്മെൻ്റ് എല്ലാം തന്നെ പലതരത്തിലെ വിമർശനാത്മകമായിട്ടുണ്ട്. കാരണം കൊളോണിയൽ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് പിന്തുടർന്നു പോന്നിരുന്ന നയം അത് പോസ്റ്റ് കൊളോണിയൽ സ്റ്റേറ്റിലും കുറേയൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയപ്പോൾ വന്നിട്ടുള്ള പരാജയം എന്തായിരുന്നു? ദേ ഫെയിൽഡ് ടു ബിൽഡപ്പ് എ ഡെവലപ്മെൻറ്റൽ അജണ്ട ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ആവശ്യത്തെ മാനിച്ചുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റൽ അജണ്ട ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ കണ്ടിന്യൂ ടു അഡ്വക്കേറ്റ് ദ മോഡേൺ ക്യാപിറ്റാലിസ്റ്റ് സ്റ്റേറ്റ്. അവരെന്താ കണ്ടിന്യൂ ചെയ്ത് ക്യാപിറ്റാലിസ്റ്റ് സ്റ്റേറ്റിൻ്റെ പ്രാധാന്യത്തെ അഡ്വക്കേറ്റ് ചെയ്ത് അതവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതെല്ലാം തന്നെ എൻവയോൺമെൻറ്റിനെ നശിപ്പിച്ചു. ദാരിദ്ര്യത്തിൻ്റെ അളവ് കൂടാൻ ഇടയായി. ഒരു റൂറൽ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവയുടെയെല്ലാം മാർജിനലൈസേഷനും ഇടവരുത്തി എന്നുള്ളതാണ്. ഓക്കെ. The formation of the national park, sanctuaries, protected areas in India, in fact, represents the conventional environmentalism which the Indian state advocated with the aim of preserving wildlife and biodiversity by pushing people out of these areas. അപ്പോൾ ജനങ്ങളെ പല കാരണങ്ങൾ കൊണ്ട് എൻവയോൺമെൻ്റലിസം ത്തിൻ്റെ പേരും പറഞ്ഞ് നാഷണൽ പാർക്ക് ഫോർമേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സാങ്ച്വറീസ് ഉണ്ടാക്കുക, ഏരിയാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള പല പല കാരണങ്ങൾ പറഞ്ഞ് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് വൈൽഡ് ലൈഫിനെ പ്രിസർവ് ചെയ്യുക, ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അവിടെ ആ പരിസരങ്ങളിൽ ജീവിച്ചിരുന്ന ജനങ്ങളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും ആ പരിസരത്ത് നിന്നും അവരെ അകറ്റി മാറ്റുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ഇൻ റെസ്പോൺസ് ടു ദിസ് conventional environmentalism, which considered the Indian state to be the custodian of the natural resources. The environmental movement in India advocated the ideology of environmentalism of the poor. It not only criticized modern developmentalism but also strongly advocated the revival of traditional self-sufficient village economy. അപ്പോൾ ഇവിടെ ഒരു നാച്ചുറൽ റിസോഴ്സസിൻ്റെ കസ്റ്റോഡിയൻ എന്ന രീതിയിൽ നിലനിന്ന് പോന്നിരുന്നത് ഈ പരിസരത്ത് ജീവിച്ചു പോന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ വൈൽഡ് ലൈഫിൻ്റെ ആ ഒരു പ്രിസർവേഷൻ എന്ന പേരും പറഞ്ഞ് അവരെയൊക്കെ അവിടെ നാട്ടിപ്പായിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് വന്ന സിറ്റുവേഷൻ എന്തായിരുന്നു? എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ അഡ്വക്കേറ്റ് ചെയ്തത് എന്താണ്? ഐഡിയോളജി ഓഫ് എൻവയോൺമെൻറ്റാലിസം ഓഫ് ദ പൂവർ എന്നുള്ള ഐഡിയയാണ് അവർ മുന്നോട്ട് കൊണ്ടുവന്നത്. എൻവയോൺമെൻറ്റാലിസം ഓഫ് ദ പൂവർ. ഓക്കെ. It not only criticized modern developmentalism but also strongly advocated the revival of traditional self-sufficient village economy. പരമ്പരാഗതമായ സെൽഫ് സഫിഷ്യൻറ്റ് വില്ലേജ് എക്കോണമിക്ക് കൂടി ഒരു റിവൈവൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു അഡ്വക്കസിയും ഇതിൻ്റെ പിന്നിൽ ഈ മോഡേൺ ഡെവലപ്മെൻറ്റാലിസവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. വില്ലേജ് എക്കോണമി എന്നുള്ള ആ ഐഡിയ. ഇറ്റ് ബ്രോട്ട് കമ്മ്യൂണിറ്റീസ് ടു ദ സെൻറ്റർ സ്റ്റേജ് ഓഫ് ഇന്ത്യൻ എൻവയോൺമെൻറ്റൽ ഡിസ്കോഴ്സ്. The environmentalists stated that local communities were best suited to conserve natural resources. അതായത് ഇവിടെയുള്ള നാച്ചുറൽ റിസോഴ്സസ് എല്ലാം കൺസർവ് ചെയ്യുന്നതിന് ഏറ്റവും പറ്റിയ ആൾക്കാർ അവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസാണ്. ആ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ആ പരിസരത്ത് നിന്ന് അകറ്റി മാറ്റിയിട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസും വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനെന്ന പേരിൽ അവരെയൊക്കെ മാറ്റുമ്പോൾ എൻവയോൺമെൻ്റലിസം അത് യഥാർത്ഥത്തിൽ അതിൻ്റേതായ രീതിയിലുള്ള ഡെവലപ്മെൻറ്റൽ പാത്ത് അവിടെ വരുന്നില്ല. So the environmentalists stated that local communities were the best suited to conserve natural resources as their survival depended on the sustainable use of such resources. അപ്പോൾ അവരുടെ അതിജീവനം തന്നെ അവിടെ പരിസരത്തുള്ള കാട് അവിടെയുള്ള റിസോഴ്സസിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് അകറ്റി മാറ്റിയാലോ അവർക്ക് എങ്ങനെ നിലനിൽപ്പുണ്ടാവുക? They argued in order to make the sustainable use of resource, the customary rights or traditional rights should be given back to the people which were taken away by the state. അതായത് ഗവൺമെൻറ് ഇടപെട്ട് ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള ആ ഒരു പരിസ്ഥിതി പരമായിട്ട് അവർക്ക് ലഭ്യമാകുന്ന റിസോഴ്സസ് അവിടെ നിന്നൊക്കെ അവരെ അകറ്റി മാറ്റുകയും അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നതിന് വൻതോതിൽ ആക്ഷേപം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ റൈറ്റ് ആ പരിസരത്ത് ട്രഡീഷണൽ റൈറ്റ് എന്ന രീതിയിൽ കസ്റ്റമറി റൈറ്റ് എന്ന രീതിയിൽ ഈ ഒരു എൻവയോൺമെൻ്റലിസവുമായി ബന്ധപ്പെട്ട് വികസനത്തിൻ്റെ പേരും പറഞ്ഞ് കാട് അതിൻ്റെ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെ അവർക്ക് അവിടെ തന്നെ ജീവിക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ആൻഡ് വിച്ച് വെയർ ടേക്കൺ അവേ ബൈ ദ സ്റ്റേറ്റ്. അപ്പോൾ ഗവൺമെൻറ് അവരുടേതായ അവകാശങ്ങൾ ഇത്തരത്തിലെടുത്ത് മാറ്റുമ്പോൾ അവിടെയുള്ള ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവയെല്ലാം തന്നെ
അംഗീകരിക്കപ്പെടണം. അതായത് അവിടെ കുറേ വീടുകളും കുടുംബങ്ങളുമൊക്കെ ഇതിൻ്റെ പരിസരത്ത് കാടിൻ്റെ പരിസരത്തൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത്തരം ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കേണ്ടതുണ്ട്, അവരെ നിലനിർത്തേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ദാറ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഇൻ റിലേഷൻ ടു ആക്സസ് ആൻഡ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് ഇക്വിറ്റി ഉണ്ടാവണം റിസോഴ്സസിൻ്റെ ഉപയോഗത്തിൽ, അത് പ്രാപ്യതയിൽ ഒക്കെ അവിടെയുള്ള പരിസരത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് അവർക്കത് നേടുവാനും അവരെ പരിഗണിക്കുവാനുമെല്ലാം അവസരം ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് പോപ്പുലർ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ആ പോപ്പുലർ മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും അതിനകത്ത് പ്രധാനപ്പെട്ട പേരുകൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് ഈ ഭാഗത്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ആൻഡ് എക്കോളജിക്കൽ മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതെല്ലാം തന്നെ അത് പ്രധാനമായിട്ടും ഏതൊക്കെയായി ബന്ധപ്പെട്ടതാണ് കാറ്റഗറീസ് നോക്കിയാൽ ഫോറസ്റ്റ് ആൻഡ് ലാൻഡ് ബേസ്ഡ്, അവിടെയുള്ള ഇഷ്യൂസ് റൈറ്റ് ടു ആക്സസ് ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന രീതിയിലായിരുന്നു. അതിനുള്ള എക്സാമ്പിളാണ് മൂവ്മെൻറ്റ് ഏതാ, ചിപ്കോ, ആപ്പിക്കോ, ട്രൈബൽ മൂവ്മെൻറ്റ് ആൾ ഓവർ ദ കൺട്രി. ഓക്കെ, ദെൻ മറൈൻ റിസോഴ്സസ് ആൻഡ് ഫിഷറീസ് അക്വാകൾച്ചർ, അതും എന്ത് തന്നെയാണ്, അവർക്ക് പ്രൊട്ടക്ഷൻ ഓഫ് മറൈൻ റിസോഴ്സസ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോസ്റ്റൽ സോൺ റെഗുലേഷൻസ്, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, ദെൻ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്, ഡാംസ് ആൻഡ് ഇറിഗേഷൻ പ്രോജക്ട്സ്, ഇങ്ങനെ ഒരുപാട് പ്രോജക്റ്റ് ഇതിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട്. ഓരോരോ കാരണങ്ങളും എന്തുകൊണ്ടാണ് അവിടെയുള്ള ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇഷ്യൂസ് എന്തെല്ലാമായിരുന്നു, മൂവ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നതാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള പോപ്പുലർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് പ്രധാനമായും വരുന്നത് ഏതൊക്കെയാണ്, ചിപ്കോ മൂവ്മെൻറ്റ്. ചിപ്കോ മൂവ്മെൻറ്റ് ഡിമാൻഡ് ചെയ്തത് എന്താണ്, കംപ്ലീറ്റ് സ്റ്റോപ്പേജ് ഓഫ് കട്ടിംഗ് ട്രീസ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. കംപ്ലീറ്റ് സ്റ്റോപ്പേജ് ഓഫ് കട്ടിംഗ് ട്രീസ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. The traditional rights should be recognized on the basis of minimum needs of the people. Making the arid forest green by increasing people's participation in tree cultivation. Next one, formation of village committees to manage forest. Then development of the forest related home based industries and making available the raw materials, money and techniques for it. Then again another point, giving priority to afforestation in the light of local conditions, requirements and varieties. അപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു, എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് എന്ന രീതിയിൽ നടപ്പിലാക്കിയ ഒന്നായിരുന്നു. 1970കളിലാണ് ചിപ്കോ മൂവ്മെൻറ്റ്. അത് സെൻട്രൽ ഹിമാലയൻ റീജിയണിലായിരുന്നു ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ആവിർഭാവം. ചിപ്കോ മൂവ്മെൻറ്റ് തുടങ്ങിയത് പ്രധാനമായിട്ട് ഹിമാലയൻ ഫോറസ്റ്റിലുള്ള ട്രീസിനെയെല്ലാം നാശത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ആ ഒരു ആശയത്തിലായിരുന്നു. സോ ദ ചിപ്കോ മൂവ്മെൻറ്റ് ഇൻ ദ സെൻട്രൽ ഹിമാലയൻ റീജിയൻ ഇൻ ഏർലി 1970s. This movement launched to protect the Himalayan forest from destruction has its roots in the pre-independence days. Many struggles were organized to protest against the colonial forest policy during the early decades of the 20th century. People's main demand in this protest was that the benefit of the forest, especially the right to fodder, that should go to local people. അവർ പ്രത്യേകിച്ചും അവർക്ക് ആഹാരത്തിനുള്ള വക കണ്ടെത്തുന്നത് കാടുകളിൽ നിന്നായിരുന്നപ്പോൾ ആ കാടുകളിൽ നിന്നും അത്തരത്തിലുള്ള ആഹാര സമ്പാദനത്തിനുള്ള വിഭവങ്ങൾ അത് നേടിയെടുക്കുന്നതിനുള്ള അവകാശം അതവർക്ക് തന്നെ, കാടിൻ്റെ മക്കൾക്ക് തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ വനസംരക്ഷണവും വേണമെന്ന രീതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു ചിപ്കോ മൂവ്മെൻറ്റ്. അതിൻ്റെ ഡിമാൻഡ്സാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ആണ് ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദ ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ ലൈവ്ലിഹുഡ് ഓഫ് ദ ലോക്കൽ പീപ്പിൾ ആൻഡ് ദ നേച്ചർ ഓഫ് ദ മൂവ്മെൻറ്റ്. ദ ലോക്കൽ പീപ്പിൾ കൺസിഡർ ചിപ്കോ ആസ് എ ഫൈറ്റ് ഫോർ ബേസിക് സബ്സിസ്റ്റൻസ് which have been denied to them by the institutions and policies of the state. അതായത് ആ പ്രദേശത്തുള്ള ജനജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ നേച്ചറാണ് അവർക്ക് കൊടുക്കുന്നത്. ആ നേച്ചറിൽ നിന്നും ലോക്കൽ പീപ്പിളിനെ കൺസിഡർ ചെയ്ത് അവരുടെ സബ്സിസ്റ്റൻസിന് വേണ്ടി, അവരുടെ അടിസ്ഥാന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ട് ഉള്ള വിഭവങ്ങളെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന രീതിയിൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു, അതിനെ നിരാകരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ അവസ്ഥയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, സ്പെസിഫിസിറ്റി ഓഫ് ഏരിയ വേർ ചിപ്കോ മൂവ്മെൻറ്റ് ടുക്ക് പ്ലേസ്, എവിടെയാണ് ഇത് തുടങ്ങിയെന്ന് നാം പറഞ്ഞു. അവിടെ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റും ഈ ഒരു
ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ കേസിലുണ്ടായിരുന്നു. കോൺട്രിബ്യൂഷൻ ടു ഹൗസ് ഹോൾഡ് സബ്സിസ്റ്റൻസ് ആൻഡ് ഓവർവെൽമിംഗ് സപ്പോർട്ട് ടു ആൻറ്റി ആൽക്കഹോൾ ക്യാമ്പയിൻ ദാറ്റ് ഹൗ ലെഡ് ടു ദ ഓവർവെൽമിംഗ് സപ്പോർട്ട് ഓഫ് വുമൺ വിച്ച് ഈസ് യുണീക്ക് ടു ദ ചിപ്കോ മൂവ്മെൻറ്റ്. അപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായതും ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിലേക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ്. സെക്കൻഡ് ആസ്പെക്റ്റ് ഈസ് വിത്ത് റിഗാർഡ് ടു ദ നേച്ചർ ഓഫ് അജിറ്റേഷൻ. അജിറ്റേഷൻ എന്ന് വെച്ചാൽ ആരോപണത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. മറ്റുള്ള എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് പോലെ ആയിരുന്നില്ല ചിപ്കോ മൂവ്മെൻറ്റ്. കാരണം ചിപ്കോ ഹാസ് സ്ട്രിക്റ്റ്ലി അഡ്ഹേർഡ് ടു ദ ഗാന്ധിയൻ ട്രഡീഷൻ. പിന്തുടർന്ന് ഫോളോ ചെയ്തിരുന്ന ഗാന്ധിയൻ ട്രഡീഷൻ ആയിരുന്നു. അതായത് നോൺ വയലൻസ്. ആ ഒരു രീതിയിലായിരുന്നു ഇവരുടെ മൂവ്മെൻറ്റ്, അതിനുള്ള പ്രവർത്തനങ്ങൾ. മറ്റൊന്ന് ലാസ്റ്റ് വൺ, ദ സിംപ്ലിസിറ്റി ആൻഡ് സിൻസിയറിറ്റി ഓഫ് ദ ലീഡേഴ്സ് ലൈക്ക് സുന്ദർലാൽ ബഹുഗുണ ആൻഡ് ദെയർ ആക്സസ് ടു നാഷണൽ ലീഡേഴ്സ് ലൈക്ക് മിസ്സിസ് ഇന്ദിരാഗാന്ധി. അതർ പൊളിറ്റീഷ്യൻസ് ആൻഡ് ഒഫീഷ്യൽസ് ആൾസോ ഹെൽപ്ഡ് to the success of movement to a large extent. Okay, that is about the ചിപ്കോ മൂവ്മെൻറ്റ്. ഇത് കൂടാതെ വന്നിട്ടുള്ള പ്രകൃതി സംരക്ഷണവുമായി വന്നിട്ടുള്ള മൂവ്മെൻറ്റാണ് അപ്പിക്കോ മൂവ്മെൻറ്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നിവ ഈ ഒരു കാലഘട്ടത്തിലെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സെഷൻ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് കൺസേൺസ് ആൻഡ് ഇഷ്യൂസ് എന്നുള്ളൊരു ഭാഗമായിരിക്കും ചോദിക്കുവാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ ക്ലാസ് വാച്ച് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.